മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജവഹർ നഗർ പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശവും വസ്തുവകകൾക്ക് കേടുപാടുകളും വരുത്തി. ജവഹർ നഗറിലെ ബാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രശ്നപരിഹാരത്തിനും ഉയർന്ന പരിഗണന നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. നെടുങ്കയം ഉന്നതിയിലെ അംഗനവാടിയും കമ്മ്യൂണിറ്റി ഹാളും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥലപരിമിതി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി. മുണ്ടേരി ഉൾവനത്തിലെ വാണിയംപുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും, കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അംഗനവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും 24 ബോഗികളുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് നിർത്തിയിടാൻ പാകത്തിൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി നിലമ്പൂർ, അങ്ങാടിപ്പുറം, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം നവീകരണത്തിനായുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആദിവാസി സമൂഹത്തിലുള്ളവർ രേഖകൾ ഉറപ്പുവരുത്തണമെന്ന് ആര്യടൻ ഷൌക്കത്ത് MLA. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ളവർ ആഗസ്റ്റ് 2 നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നടത്തുന്ന മെഗാരേഖ അദാലത്തിൽ പങ്കെടുത്ത് 9 ആവശ്യരേഖകൾ സ്വന്തമാക്കണമെന്ന് ഞങ്ങൾ. വാർത്തകൾ വിശദമായി. ജവഹർ നഗർ പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശവും വസ്തുവകകൾക്ക് കേടുപാടുകളും വരുത്തി. ജവഹർ നഗറിലെ ബാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പുലർച്ചെ 2 മണിയോടെ പ്രദേശത്തിറങ്ങിയ ആന രാവിലെയാണ് തിരികെ പോയത്. ബാലകൃഷ്ണന്റെ പറമ്പിലെ റബ്ബർ തൈകൾ ആന ചവിട്ടി മെതിക്കുകയും പിഴുതെറിയുകയും ചെയ്തു. കൂടാതെ വീടിന്റെ സർവീസ് വയർ വിച്ഛേദിക്കുകയും ജനൽ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലും ആശങ്കയിലുമാണ്. കൃഷിനാശം സംഭവിച്ച കർഷകന് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും മേഖലയിൽ വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രശ്നപരിഹാരത്തിനും ഉയർന്ന പരിഗണന നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. നെടുങ്കയം ഉന്നതിയിലെ അംഗനവാടിയും കമ്മ്യൂണിറ്റി ഹാളും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥലപരിമിതി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെടുങ്കയം ഉന്നതിയിൽ സന്ദർശനത്തിനെത്തിയ മന്ത്രിയുടെ മുൻപാകെ ഉന്നതിയിലെ കുടുംബങ്ങൾ ഉന്നയിച്ച മിക്ക പരാതികളും പരിഹരിക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകി. +2 ഡിഗ്രി കഴിഞ്ഞ ഉന്നതിയിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നെടുങ്കയം ഉന്നതിയിലെ കുടിവെള്ള ടാങ്ക് ITDP കോർപ്പസ് ഫണ്ടിൽ നിന്നും നിർമ്മിച്ചു നൽകും. ഗോത്ര വിഭാഗങ്ങളുടെ വന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കൂടിയ വില ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഗോത്ര വിഭാഗങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കും. അടുത്ത ചക്ക സീസണിൽ വനമേഖലയിലെ ചക്കകൾ സർക്കാർ വാങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഇതിന്റെ ആദ്യ പ്രോജക്ട് എന്ന നിലയിൽ നിലമ്പൂർ നെടുങ്കയം വനമേഖലയിലെ ചക്കകളാണ് ശേഖരിക്കുക. വനമേഖലയിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ വീടുകളുടെ നവീകരണത്തിന് 200 കുടുംബങ്ങൾക്ക് 2.5 ലക്ഷം രൂപ അനുവദിക്കും. പഴയ വീടുകൾ ഈ തുക ഉപയോഗിച്ച് നവീകരിക്കും. 27 പുതിയ വീടുകൾക്ക് PMAY മുഖേന 6 ലക്ഷം രൂപ വീതം അനുവദിക്കും. 8ാം ക്ലാസ്സോ അതിനു മുകളിലോ പഠിക്കുന്ന കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിനായി 2.5 ലക്ഷം രൂപ നൽകും. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ വാർഡിൽ സൗകര്യം കുറവാണെന്ന പരാതി പരിശോധിക്കും. ഉന്നതികളിലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതിനായി ടൂറിസം മേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും.
ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസ്റ്റ് ഗൈഡ്, വനം വകുപ്പ് വാച്ചർ തുടങ്ങിയ മേഖലകളിൽ അഭ്യസ്തവിദ്യരായ കായികക്ഷമതയുള്ള ഗോത്ര വിഭാഗങ്ങളിലുള്ളവർക്ക് മുൻഗണന നൽകും. വന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വനം വകുപ്പിന്റെ വനശ്രീ ഷോപ്പിലൂടെ വിൽപ്പന നടത്തും. കനോലി തൂക്കുപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കും. വനമേഖലയിലോ വനാതിർത്തികളിലോ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഉന്നതികളിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ഉന്നതികളിലും സന്ദർശനം നടത്തുന്നത്. അടിയന്തരമായി പരിഹരിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കും. നെടുങ്കയം ഉന്നതിയിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും. മാഞ്ചേരി കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കും. ഓഗസ്റ്റ് 2-ന് നിലമ്പൂർ മേഖലയിലെ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് ആരണൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, CCFമാരായ K. വിജയാനന്ദ്, K. കാർത്തികേയൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO G. ധനികലാൽ, നോർത്ത് DFO P. ധനീഷ് കുമാർ, കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഉസ്മാൻ, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M. ബിപിൻ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും, കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അംഗനവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ച ആദ്യത്തെ ആവശ്യം പ്രീ പ്രൈമറി സ്കൂളിന് സ്ഥലം വേണം എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ വകുപ്പാണ് അപേക്ഷ തരേണ്ടത്. തന്നാൽ ഉടൻ തന്നെ അതിനുള്ള സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ആവശ്യമായി വന്നത് കമ്മ്യൂണിറ്റി ഹാളാണ്. അതിനും അപേക്ഷ തന്നാൽ അതിനുള്ള സ്ഥലം അനുവദിക്കുന്നതായിരിക്കും. മൂന്നാമത് ജോലി വേണം എന്നുള്ളതാണ് കൂടുതലായിട്ട്. ഞാൻ കേരളത്തിന്റെ നിയമസഭയെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ അതേ കാര്യം ഞാൻ 1 മാസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞു. കാടിനെ കുറിച്ച് അറിയാവുന്നത് അവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മാത്രമാണ്. പുറത്തുള്ളവർക്കൊന്നും അതുപോലെ കാടിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഈ ഗവൺമെന്റ് കാടും വനവും വന്യമൃഗവും സംരക്ഷിക്കാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ തൊട്ട് പരിസരത്ത് താമസിക്കുന്ന കൃഷിക്കാരുടെ താല്പര്യങ്ങളൂടെ സംരക്ഷിക്കുന്നത്, ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയമാണ് ഗവൺമെന്റിനുള്ളത്. തണ്ടൻകല്ലുകാർ മുൻപ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യം അല്ലെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനം മന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്ന ഊര് ഉണർവ് പദ്ധതിക്ക് നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആരണൻ ഷൗക്കത്ത് MLA അധ്യക്ഷനായി. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി ഉന്നതികളിലായി 43 അപേക്ഷകരിൽ 39 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. 2 പേർക്കുള്ള രേഖ 1 മാസത്തിനകവും 2 പേരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ 500 പേരെ നിയമിക്കും. ആദിവാസി വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകും. കായികക്ഷമതയുള്ള ആദിവാസി വിഭാഗത്തിലുള്ളവരെ പരിഗണിച്ച ശേഷമേ മറ്റുള്ളവർക്ക് അവസരം നൽകൂ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാടിനെ അറിയുന്ന ആദിവാസി യുവാക്കൾക്ക് ഗൈഡ് കം ഗാർഡായി പ്രത്യേക പരിശീലനം നൽകി ഇവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതി, കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ഉന്നതി, മാഞ്ചേരി എന്നിവിടങ്ങളിൽ എത്തിയാണ് വനം മന്ത്രി ഷിബു ബേബി ജോണും ആരണൻ ഷൗക്കത്ത് MLAയും ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം എത്തിയാണ് പരാതികൾ കേട്ടത്. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, അഡീഷണൽ
പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ, CCF-മാരായ K വിജയാനന്ദ്, K കാർത്തികേയൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ, നോർത്ത് DFO P ധനീഷ് കുമാർ, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M ബിപിൻ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും 24 ബോഗികൾക്കുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് നിർത്തിയിടാൻ പാകത്തിൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി നിലമ്പൂർ, അങ്ങാടിപ്പുറം, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം നവീകരണത്തിനായുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. അങ്ങാടിപ്പുറത്ത് 10.51 കോടി രൂപയുടെയും വാണിയമ്പലത്ത് 6.83 കോടി രൂപയുടെയും വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ അങ്ങാടിപ്പുറത്ത് 16-14 കോച്ചുകളും വാണിയമ്പലത്ത് 18 കോച്ചുകളും നിർത്തിയിടാനുള്ള ശേഷിയാണ് 24 കോച്ചുകളായി വിപുലീകരിക്കുന്നത്. കൂടാതെ പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകളായ കുലുക്കല്ലൂരും മേലാറ്റൂരിലും 24 ബോഗികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് പുതിയ പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കുന്നത്. പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടുന്നതോടെ നിലമ്പൂരിൽ നിന്ന് ദീർഘദൂര സർവീസുകൾ കൂടുതൽ ആരംഭിക്കാൻ സാധിക്കും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് പ്ലാറ്റ്ഫോം നീളമില്ലായ്മയായിരുന്നു പ്രധാന തടസ്സം. പ്ലാറ്റ്ഫോം വികസനം പൂർത്തിയാകുന്നതോടെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം 22 വർദ്ധിപ്പിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ചെറുകര, പട്ടിക്കാട്, തൂവൂർ, തൊടിയപ്പുലം, വാണിയമ്പലം, വാടാനംകുറിശി സ്റ്റേഷനുകളിൽ 1ാം ഘട്ട നീളം കൂട്ടൽ പൂർത്തിയാക്കിയിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ സ്റ്റേഷനുകളിലും 24 ബോഗികൾക്ക് അനുയോജ്യമാക്കും. കൂടാതെ ഈ പാതയിലെ പാസഞ്ചർ ട്രെയിനുകൾക്ക് പകരം 5 മെമു സർവീസുകൾ ആരംഭിക്കാൻ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മന്ത്രാലയത്തിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആദിവാസി സമൂഹത്തിലുള്ളവർ രേഖകൾ ഉറപ്പുവരുത്തണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ളവർ ആഗസ്റ്റ് 2 നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നടത്തുന്ന മെഗാരേഖ അദാലത്തിൽ പങ്കെടുത്ത് 9 അവശ്യരേഖകൾ സ്വന്തമാക്കണമെന്നും MLA. നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ആദിവാസി മെഗാരേഖ അദാലത്ത് ഒരുക്കങ്ങളുടെ ഭാഗമായ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇവർക്ക് ഈ പറയുന്ന അടിസ്ഥാന രേഖകൾ പലതും ഇല്ലാത്തത് കൊണ്ട് പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വിശേഷം. അത് നമുക്ക് നേടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മൾ ഒരൊറ്റ മനസ്സായി നിന്നാൽ ഇപ്പൊ എല്ലാ കലക്ടറും ഇപ്പൊ നമ്മുടെ തഹസിൽദാർ തന്നെ നമ്മുടെ യോഗത്തിന് എത്രാമത്തെ തവണ വരുന്നത്? 3ഓ 4ഓ തവണ അല്ലേ? ഡെപ്യൂട്ടി തഹസിൽദാറും വില്ലേജും നാളെ ഇനി കലക്ടറേറ്റിൽ ഇതിന്റെ യോഗം. കലക്ടർ എടുക്കുന്ന ഒരു ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എന്താ പറയാ നമ്മുടെ ഒരു താല്പര്യം. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗോത്രവർഗ ഉന്നതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളും ഇതിനോടകം അദാലത്തിന്റെ വിജയത്തിനായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സത്ത്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, പോത്തുകല്ല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുൻ നീസ, വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ, ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന, അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൊട്ടത്ത്, നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിതാമോൾ, മുംതാസ് ബാബു, പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ്, തഹസിൽദാർ MP സിന്ധു, ഡെപ്യൂട്ടി തഹസിൽദാർ KP പ്രമോദ്, AEO ജേക്കബ് സത്യൻ, BPC ജയൻ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ T മധു, മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ M റജീന, കീസ്റ്റോൺ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ശ്യാംജിത്ത്, കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു, KV ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂരിന്റെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് നിവേദനം നൽകി. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തിന്റെ സാന്നിധ്യത്തിൽ മുജീബ് ദേവശ്ശേരി, ഖാലിദ് PM, മുഹമ്മദ് കോയ കടവത്ത്, സമദ് TC, ഷാജി മൻഹർ P എന്നിവരടങ്ങുന്ന സംഘമാണ് മന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചത്.
കനോലി പ്ലോട്ടിലെ തകർന്നു കിടക്കുന്ന തൂക്കുപാലം എത്രയും വേഗം പുനർനിർമ്മിച്ച് ലോക പ്രശസ്തമായ തേക്ക് മരവും പാർക്കും സന്ദർശകർക്ക് സുരക്ഷിതമായി കാണുവാൻ സൗകര്യമൊരുക്കണമെന്നും വൈകുന്നേരങ്ങളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കും സമയം ചിലവഴിക്കുന്നതിനായി നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം രാത്രി 10 മണിവരെ ദീർഘിപ്പിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. നിലമ്പൂർ TV പരിസരത്തെ വനം വകുപ്പിന്റെ സ്ഥലത്ത് മരങ്ങൾ നശിപ്പിക്കാതെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടൗൺ സ്ക്വയർ പാർക്ക് നിർമ്മിക്കുക, മൈസൂർ, ഊട്ടി, ബംഗളൂരു തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ റോഡിൽ വനം വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ആധുനിക ട്രാവൽ ലോഞ്ചുകൾ സ്ഥാപിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളും സംഘം മുന്നോട്ട് വച്ചു. കൂടാതെ നിലമ്പൂരിലേക്ക് വർദ്ധിച്ചു വരുന്ന സ്കൂൾ പഠനയാത്രകൾ പരിഗണിച്ച് വനം വകുപ്പിന്റെ ഉപയോഗശൂന്യമായ വുഡ് ഇൻഡസ്ട്രീസ് ഹാളുകൾ, വിദ്യാർത്ഥികൾക്കായുള്ള ഡോർമിറ്ററി, വാഹന പാർക്കിംഗ്, മൾട്ടിപർപ്പസ് ഹാളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാക്കി മാറ്റണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചന്തക്കുന്ന്, ബംഗ്ലാവ് കുന്ന് പ്രദേശങ്ങളിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിനോദ പദ്ധതികൾ ആരംഭിക്കുവാനും അടിയന്തര നടപടി വേണമെന്ന് ഓർഗനൈസേഷൻ ഭാരവാഹികൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അനുഭാവപൂർണമായ പരിഗണനയും വനം വകുപ്പിന്റെ പൂർണ്ണ സഹകരണവും മന്ത്രി ഉറപ്പു നൽകിയതായി NTO പ്രതിനിധികൾ അറിയിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 52 പരാതികൾ തീർപ്പാക്കി. 63 കേസുകളാണ് പരിഗണിച്ചത്. ബാക്കി കേസുകളിൽ റിപ്പോർട്ട് നൽകുന്നതിനും തുടരന്വേഷണത്തിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ജില്ലയിൽ ശോചനീയാവസ്ഥയിലുള്ള 5 അംഗനവാടികൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുവാനും നിർദ്ദേശം നൽകി. അനധികൃതമായ രീതിയിൽ മണൽ കൂട്ടിയിട്ട് പരിസരത്ത് താമസിക്കുന്ന കുട്ടികളടക്കമുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതിനെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും സ്വീകരിച്ച നടപടി കമ്മീഷൻ അംഗീകരിച്ചു. സർക്കാർ ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ വീഴ്ച ആവർത്തിക്കാതിരിക്കുവാൻ ശക്തമായ താക്കീത് നൽകി. കുട്ടികളുടെ ചിത്രങ്ങൾ ടെലിഗ്രാം വഴി പ്രചരിപ്പിച്ച സംഭവത്തിലും സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി നടപടി കൈക്കൊള്ളുവാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ, സിസിലി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ചൂരൽമലയിലെ 3 മാസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന്റെ വേദനയാർന്ന ഓർമ്മകൾക്കിടയിലും അംഗീകാരത്തിന്റെ സ്നേഹസ്പർശമായി നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ മുഴുവൻ ജീവനക്കാർക്കും സർക്കാരിന്റെ ബാഡ്ജ് ഓഫ് ഓണർ. ചൂരൽമലയിലെ 3 മാസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന്റെ വേദനയാർന്ന ഓർമ്മകൾക്കിടയിലും അംഗീകാരത്തിന്റെ സ്നേഹസ്പർശമായി നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ മുഴുവൻ ജീവനക്കാർക്കും സർക്കാരിന്റെ ബാഡ്ജ് ഓഫ് ഓണർ. ചൂരൽമല മുതൽ ചാലിയാർ വരെയുള്ള രക്ഷാദൌത്യത്തിന്റെ നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ 30ഓളം ജീവനക്കാർ അവധിയെടുക്കാതെ പോലും അഹോരാത്രം പങ്കെടുത്തു. 100ഓളം വരുന്ന മനുഷ്യജീവന്റെ തിരുശേഷിപ്പുകൾ പലപ്പോഴും സങ്കടപ്പെടുത്തുന്നവയായിരുന്നു. ചാലിയാർ പുഴയിലെ കുത്തൊഴുക്കും പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവിവർഗങ്ങളും അതിജീവനത്തിനിടയിലും പലപ്പോഴും ഭീഷണിയായിരുന്നു. എല്ലാം മറന്നുള്ള ആ ദിനരാത്രങ്ങളിലെ 3 മാസം നീണ്ടുനിന്ന പ്രവർത്തനത്തിന് കൂട്ടായി കേരള സർക്കാരിന്റെ അംഗീകാരം നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തെ തേടിയെത്തി. നിലയത്തലവൻ KP ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ യൂസഫ് അലി കെ തുടങ്ങി 30ഓളം ജീവനക്കാർക്കാണ് സർക്കാരിന്റെ ബാഡ്ജ് ഓഫ് ഓണർ അംഗീകാരം ലഭിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.